എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ യൂട്യൂബില് പുതിയ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ 2 മാറ്റങ്ങൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറയാം. ഫസ്റ്റ് പറയുന്നത് പറഞ്ഞാല് ഇനി നേരത്തെ കൂട്ട് നമുക്ക് 4000 വാച്ചവേഴ്സ് ഒന്നും അല്ല. അതിന്റെ ഞാൻ പറയാം. അപ്പൊ നമ്മൾ ഇനി അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് കുറെ ക്രൈറ്റീരിയകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2 കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂട്യൂബിൽ വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. പുതിയ വരുന്ന അല്ലെങ്കിൽ വരാൻ പ്ലാൻ ചെയ്യുന്ന കുറെ ക്രിയേറ്റേഴ്സ് കാണുമല്ലോ. ധൈര്യത്തിലാണ് നിങ്ങളുടെ കയറി വന്നേ. പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം കാണുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മള് നിലവിൽ ചാനലുള്ള ഒരു ചാനൽ നിർത്തി പൂട്ടി പോണോ, അല്ലെങ്കിൽ നിലവിൽ വരാനിരിക്കുന്നവര് വരാതിരിക്കണോ എന്നുള്ള ചിന്തയൊക്കെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് എന്തിനാ? യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വ്യൂസ് കൂടാനും സബ്സ്ക്രൈബേഴ്സ് കൂടാനും പിന്നെ ഒരു ദിവസം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത്. ഞാനായാൽ പോലും ഞാൻ കുറെ കിടന്ന് കഷ്ടപ്പെട്ട് പണി ചെയ്താണ് എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. അപ്പം എനിക്ക് കുറെ പോരായ്മകളുണ്ട്. ഞാൻ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം പഠിച്ചു വരുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മള് മോണിറ്റൈസേഷനെ കുറിച്ചും പൈസ ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. വെറുതെ വീഡിയോ എടുത്ത് ചാനൽ ഇടുക, ആൾക്കാർക്ക് കാണാൻ പറ്റുക, ഇഷ്ടപ്പെടുക എന്നുള്ളൊരു ചിന്തയിൽ മാത്രം വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വരിയിട്ട. ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യ. പിന്നെ പോകെ അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇതിന്റെ എന്തൊക്കെയാണ്, ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ നമ്മൾ ചാനൽ തുടങ്ങുന്നതിന് നമുക്ക് വ്യൂസ് കിട്ടാനും നമുക്ക് ലൈക്സ് കൂടാനും നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത്. അപ്പം യൂട്യൂബ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത് നിലവില് ക്രിയേറ്റേഴ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. കാരണം ഈ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അത് നിങ്ങൾ പേടിക്കാനൊന്നും ഇല്ല, നമ്മൾ കഷ്ടപ്പെടുക. ഇതിനകത്ത് വന്നേക്കുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കണം. അപ്പോൾ നമുക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതുവരെ യൂട്യൂബിൽ നമ്മൾ ആഡ് റവന്യൂ ഷെയർ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിലവിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000, അതായത് 4000 വാച്ചവറും 1000 സബ്സ്ക്രൈബേഴ്സും മാത്രം മതിയായിരുന്നു. ഓക്കെ, എന്നുവെച്ചാൽ 12 മാസം, ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 പബ്ലിക് വാച്ചവേഴ്സും മതിയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഫുൾ ലോങ് വീഡിയോ ചെയ്യുന്നവർക്കല്ലാതെ കൂടുതലും ഷോർട്സ് വീഡിയോയിലോട്ടാണ് ഇത് കൊടുത്തേക്കുന്നവർക്ക് വേണ്ടിയിട്ട് 10 മില്യൺ വ്യൂസ് ആയിരുന്നു. അതായത് 90 ദിവസത്തിനുള്ളിൽ നമ്മൾ 10 മില്യൺ വാലിഡ് പബ്ലിക് വാച്ച് അവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. അതായത് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളായിരുന്നു. ആണ് ഇപ്പോഴത്തെ നിലവിലെ ക്രൈറ്റീരിയ. ക്യാഷ് കിട്ടാൻ തുടങ്ങണമെങ്കിൽ നമ്മൾ ഇത്രയും സംഭവങ്ങൾ നമ്മുടെ കംപ്ലീറ്റ് ആകണമായിരുന്നു. ഓക്കെ, ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, പക്ഷേ യൂട്യൂബ് ഓഗസ്റ്റ് 10, ഓഗസ്റ്റ് 10, 2026, അതായത് ഈ വർഷം ഓഗസ്റ്റ് 10 പ്രഖ്യാപിച്ച പുതിയ മാറ്റം അനുസരിച്ച് ഇത് അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ 2027 2027 ഫെബ്രുവരി 1 മുതൽ പുതിയ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് ആഡ് റവന്യൂ ഷെയറിലേക്ക് പ്രവേശിക്കാൻ ക്രൈറ്റീരിയ ഉയരും. ഓക്കെ, നിങ്ങൾ പേടിക്കേണ്ടതൊന്നുമില്ല. നിലവിൽ ഇരിക്കുന്ന ഇപ്പൊ മോണിറ്റൈസേഷൻ ആയവർക്ക് ഇത് നിലവിൽ ബാധകമല്ല എന്നാണ് യൂട്യൂബിൽ ഇവര് പറയുന്നത്. അതായത് നമ്മള് അടുത്ത വർഷം 2027 ഫെബ്രുവരി 1 മുതൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ക്രൈറ്റീരിയ ഉയരും. പഴയതുപോലെ വെറുതെ എന്നല്ല, നമ്മൾ ആ ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമ്മുടെ ആ മോണിറ്റൈസേഷൻ നമ്മൾക്ക് കടക്കണമായിരുന്നെങ്കിലും ചില്ലറ പാടൊന്നും അല്ലായിരുന്നു. ഞാൻ കുറെ പെട്ട്. നമുക്ക് ചിലപ്പോ തോന്നുന്നു ഇത് നിർത്തിയിട്ട് പോയാലോ, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്, എന്താ നമ്മളെ കൊണ്ട് ഇതൊന്നും കഴിയത്തില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഓക്കെ, പേടിക്കേണ്ടതില്ല കേട്ടോ. ന്യൂ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പുതുതായിട്ട് നമ്മുടെ YPP ആഡ് റവന്യൂ ഷെയറിന് അപ്ലൈ ചെയ്യുന്നവർക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള റിക്വയർമെന്റ്
തുടരും. പക്ഷെ വാച്ച് അവേഴ്സ് 4000 നിന്നും 8000 മണിക്കൂറും ആകും. അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഷോർട്സ് ആണെങ്കിൽ 10 മില്യൺ എന്നുള്ളത് 20 മില്യൺ. ഓക്കെ, 1000 സബ്സ്ക്രൈബേഴ്സിന് വാച്ച് അവേഴ്സ് പക്ഷെ 4000 എന്നുള്ളത് 8000 ആയിരിക്കും. ഷോർട്സ് ആണെങ്കിൽ 10 മില്യൺ എന്നുള്ളത് 20 മില്യൺ. നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് അവിടെ തുടരും. പക്ഷെ നമുക്ക് വാച്ച് അവറും നമ്മുടെ ഈ ലോങ് വീഡിയോയുടെ വാച്ച് അവേഴ്സും ഷോർട്ടിന്റെയും ഈ സംഭവം അവിടെ 4000 എന്നുള്ളത് 8000, 10 എന്നുള്ളത് 20 ആകും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ക്രൈറ്റീരിയ ഏകദേശം ഡബിള്. 4000 എന്നുള്ളത് ഡബിൾ ആയിട്ട് 8000 ആകും. പിന്നെ 10 മില്യൺ എന്നുള്ളത് 20 മില്യൺ ആകും. എന്താണ്ടായേ? ഡബിളാ ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. അതാണ് പുതിയത് വന്നിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് എന്റെ ദൈവമേ എവിടെ നിന്നായിരിക്കും ഇത്രയൊക്കെ കിട്ടുന്നത്? ഇത്രയും വ്യൂസ് ഒക്കെ എവിടെ നിന്ന് കിട്ടും? അല്ല ഇതൊക്കെ നടക്കാൻ പോവോ? ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നടക്കും ഇത്. എനിക്ക് കിട്ടിയില്ലേ, എന്തോ ദൈവഭാഗ്യം കൊണ്ട് അത് നടന്നു. അപ്പൊ നിങ്ങൾക്കും നടക്കും ഗൈസ്. എന്തോ എങ്ങനെ? പക്ഷെ സത്യത്തിൽ ഞാൻ കരുതുന്നത് ഇതിന്റെ പേരിൽ ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തർ പേടിപ്പിക്കും, ഇനി അത് ചെയ്താലേ ഇങ്ങനെ ആവത്തുള്ളൂ, യൂട്യൂബ് നിങ്ങളുടെ അടിച്ചു പോകും, നിങ്ങൾക്ക് ചാനൽ തുടങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കും. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഗൈസ്. നമ്മൾ യൂട്യൂബ് തുടങ്ങിയത് മോണിറ്റൈസേഷൻ നോക്കിയിട്ടല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിയത് മോണിറ്റൈസേഷൻ നോക്കിയിട്ടല്ലേ. എനിക്കിഷ്ടമുള്ള എന്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുക, ഷെയർ ചെയ്യുക എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പിന്നെ എനിക്ക് പേടിയില്ല. പക്ഷെ അന്നേരം നമ്മൾ കുറെ കടമ്പകൾ കടക്കണമായിരുന്നു. അന്നേരം ആ ടൈമിൽ പേടിയുണ്ടായിരുന്നു. കുറെ സംഭവങ്ങളുണ്ട് ഇതിന്, ഞങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ നമ്മൾ പേടിക്കണ്ട, നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. കാരണം നമ്മൾ യൂട്യൂബ് തുടങ്ങിയത് യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ നോക്കിയിട്ടല്ല നമ്മൾ ഫസ്റ്റ് ആരും തുടങ്ങുന്നത്. ഇപ്പോഴത്തെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ജീവിതത്തിലെ ചെറിയ മൊമെന്റ്സ്, യാത്രകള്, പിന്നെ ഫുഡ് കഴിക്കുന്നത്, എന്താ കൊച്ചു കൊച്ചു കാര്യങ്ങളല്ലേ നമ്മൾ ഇതിനകത്ത് യൂട്യൂബിൽ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. നമ്മുടെ ഡെയിലി ലൈഫ്, ഡേ ഇൻ മൈ ലൈഫ്, വ്ലോഗ്സ്, അങ്ങനെയൊക്കെ കുറെ ഷോർട്സ് അതൊക്കെയല്ലേ നമ്മൾ ഇടുന്നത്. അപ്പൊ പിന്നെ നമ്മൾ പേടിക്കണം, നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കോ, ധൈര്യമായിട്ട് തുടങ്ങിക്കോ. ഞാനുണ്ട്. ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ, നീ തീർന്നു. അതെ, ഞാൻ തമാശയായിട്ട് പറഞ്ഞാലും സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നമ്മുടെ ഡെയിലി ലൈഫ്, വ്ലോഗ്സ്, കുക്കിംഗ് എക്സ്പീരിയൻസ്, പിന്നെ എന്താ നമ്മുടെ എക്സ്പീരിയൻസ്, ഇതൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചാനൽ തന്നെ തുടങ്ങുന്നത്. പക്ഷെ ഈ അപ്ഡേറ്റ് വന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ കണ്ടന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്മാർട്ടായിട്ടൊക്കെ നമ്മൾ വീഡിയോ ഇനിയും ചെയ്യാൻ തുടങ്ങി. ഇവിടെ നടന്ന് അങ്ങോട്ട് പോകുന്നത് ഇടുന്ന പോലല്ല, അതൊക്കെ ഇടാം. പക്ഷെ നമ്മൾ ആ വീഡിയോ എടുത്താലും അതിനൊരു സ്മാർട്ട്നെസ് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ ഏത് മൊബൈലാണോ, ഏത് ക്യാമറയാണോ, എന്ത് ഡിവൈസ് ആയാലും അത് വെച്ച് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക. ഇപ്പൊ ഷോർട്സ് എനിക്ക് പറ്റിയ തെറ്റ്, ഞാൻ ഷോർട്സ് മാത്രം ഇട്ടോണ്ടിരിക്കുന്നു. ലോങ് വീഡിയോ ഒക്കെ ഞാൻ ചില മാസത്തിലോ വർഷത്തിലോ ഒക്കെ ഇടത്തുള്ളായിരുന്നു. അപ്പൊ എനിക്കും ഇത് കണ്ടപ്പോഴാണ് എനിക്കും തോന്നിയത് ഇനി ഡെയിലി ഇങ്ങനെ വ്ലോഗ്സും വീഡിയോസും ഒക്കെ, ലോങ് വീഡിയോസ് ഒക്കെ ഇടണമെന്ന്. അപ്പൊ നമ്മൾ ഷോർട്സ് മാത്രം ഇട്ടോണ്ടിരിക്കാതെ ഇടയ്ക്കൊക്കെ നമ്മളൊരു ലോങ് വീഡിയോ കൂടെ ഇടാൻ ശ്രമിക്കുക കേട്ടോ. കാരണം അതൊരു 8 മിനിറ്റ് എങ്കിലും വേണം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും വേണം. അങ്ങനെയൊന്നുമില്ല. 30 മിനിറ്റ് ആകാം, 40 മിനിറ്റ് ആകാം, 50 മിനിറ്റ് ആകാം, അങ്ങനെ എത്ര മിനിറ്റ് വേണേലും ആകാം. പക്ഷെ നമ്മൾ ചുമ്മാ ഒരു കണ്ടന്റ് എടുത്തിട്ട് ലോങ് വീഡിയോ ആക്കി ഇടരുത് ഗൈസ്. വെറുതെ എടുത്ത് നമ്മൾ അതിനകത്ത് ഇരുന്നത് പണി ചെയ്യണം. നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിന് നല്ല വ്യൂസും ഉണ്ടാകും. ഞാൻ നേരത്തെയൊക്കെ വീഡിയോസ് ഇട്ടാൽ ചിലപ്പോൾ 100 വ്യൂസ് അല്ലെങ്കിൽ ഒരു 110 വ്യൂസ് ഒക്കെ കാണും. എന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം. പിന്നെ ഓരോ കണ്ടന്റുകൾ ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് വ്യൂസ് അധികം കയറി. അങ്ങനെ എന്റെ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയി, മോണിറ്റൈസേഷൻ ഓൺ ആയി. ബോറടിപ്പിക്കാൻ വേണ്ടി വീഡിയോസ് ഒന്നും ചെയ്യാതിരിക്കുക. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ എന്താണോ, നമ്മുടെ ചാനലിലുള്ളത് എന്താണോ, അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, എനിക്ക് തോന്നുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കണ്ടന്റ് ആയിരിക്കണം. മറ്റൊരാളുടെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ കൊണ്ടിടാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുന്നതിന് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനെപ്പറ്റി പറയാൻ എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ക്ലിപ്പ് ഇടുന്നത് ഇതല്ലാതെ വേറെ ആളുടെ വീഡിയോ എടുത്ത് നമ്മുടെ ചാനൽ ഇട്ടിട്ട് നമുക്കത് വ്യൂസ് കൂട്ടിയിട്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. കാരണം നമ്മളുടെ വീഡിയോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്വന്തം കണ്ടന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഇപ്പൊ എല്ലാവരും AI ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ട്രെൻഡിങ് വീഡിയോസ് കോപ്പി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ എക്സ്പീരിയൻസും, പിന്നെ നമ്മുടെ എന്താ ചെറിയ തമാശകളും, നിങ്ങൾക്ക് എന്താണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ നല്ല നീറ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക. നമ്മളെ ആൾക്കാർക്ക് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കണം, ഇന്ന ആള് ഇന്ന വീഡിയോസ് ചെയ്ത് അല്ലെങ്കിൽ ആ വീഡിയോസ് ചെയ്ത് കൊള്ളായിരുന്നു, അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ചെല്ലുമ്പോൾ അവർക്ക് അതിൽ കാണാനൊരു താല്പര്യം കൂടും. അതാണ് ആളുകൾക്ക് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഒരു കാരണം കൂടെ.
അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യുന്ന പേഴ്സണലി ചെയ്യാൻ പോകുന്ന ഇപ്പം ഞാൻ ഇനി ഞാൻ മുന്നോട്ട് പേഴ്സണലി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാൻ കഴിയും. ഞാനിപ്പോൾ ഷോർട്സ് ആയിരുന്നു ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അല്ല, ഇനി ഞാൻ ഷോർട്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ലോങ് വീഡിയോസും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഷോർട്സ് ഇട്ടുകൊണ്ടിരുന്ന ഞാൻ ഇനി എന്തുകൊണ്ട് എനിക്ക് ലോങ് വീഡിയോസ് ഇട്ടുകൂടാ? നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമ്മൾ അതെടുത്ത് വലിച്ചെറിയാൻ ശ്രമിക്കുന്നില്ല ഞാൻ. അപ്പം ഇനിയും ഷോർട്സിന്റെ കൂടെ ലോങ് വീഡിയോസും ഇടാൻ ഞാൻ ശ്രമിക്കും. അത് എന്താ വെച്ചാൽ ഞാൻ എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, എന്റെ കുഞ്ഞിന്റെ കുട്ടി കുട്ടി കളികളെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നത്, എന്തെങ്കിലും എക്സ്പീരിയൻസ്, ഫുഡ് കഴിക്കുന്നത്, അങ്ങനത്തെ ട്രാവല്, അങ്ങനത്തെ വ്ളോഗ്സ് ഒക്കെ ആയിരിക്കും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളും നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ വീഡിയോസും കൂടുതലും നന്നായിട്ട് നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഞാനതൊക്കെ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിക്കാം. പിന്നെ ഒരു കാര്യം, നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ 100 വ്യൂസ് മാത്രം കിട്ടിയിട്ട് ആ വീഡിയോക്ക് വ്യൂസ് ഇല്ല, എനിക്ക് യൂട്യൂബ് പറ്റില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ഡൗൺ ആവത്തേ ഉള്ളൂ. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഇപ്പം നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മുടെ ഒരു ദിവസമായിട്ട് 30 പേരെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യാനോ നിങ്ങൾ യൂട്യൂബ് എടുത്ത് കളയാനോ ഒന്നും പോകണ്ട ഗൈസ്. ആ വീഡിയോയുടെ കിടക്കട്ടെ. നമ്മുടെ ചാനൽ ഗ്രോത്ത് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ചാനൽ കിടക്കുന്ന വീഡിയോസിന്റെ ഗ്രോത്തും കൂടിക്കൊണ്ടിരിക്കും, വ്യൂസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതോടെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം. ഇന്ന് ചിലപ്പോൾ 100, നാളെ ചിലപ്പോൾ അത് 10,000, പിന്നെ 1,00,000, അങ്ങനെ പോകും. അതുകൊണ്ട് ലോങ് വീഡിയോസ് കഴിവതും നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇട്ടിട്ടില്ലെന്നല്ല, ഞാൻ അങ്ങനെ ഞാൻ ഇടാറില്ലായിരുന്നു. പക്ഷെ ഇനി ഞാൻ ഇടും. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. പിന്നെ അതിനകത്ത് വന്നേക്കുന്ന മാറ്റം എന്ന് വെച്ചാല് യൂട്യൂബില് ഇനി ഞാനത് എന്നെ കൊണ്ട് പറ്റത്തില്ല യൂട്യൂബ് എടുത്ത് കളയാന്ന് വെച്ചാൽ നമ്മളോട് ചെയ്യുന്ന ഒരു ഇൻജസ്റ്റിസ് ആയിരിക്കും ഗൈസ്. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക നന്നായിട്ട്. അവിടെ ഇന്ന് 100 ഉള്ളടുത്ത് നാളെ ചിലപ്പം 1 മില്യൺ ഒക്കെ അടിച്ചാല് അത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമ്മളെ തളർത്താൻ ഒത്തിരി പേര് കാണും. ഫാമിലിന്നായാലും അല്ലെങ്കിൽ വെളിയിൽ നിന്നായാലും എവിടെ നിന്നായാലും നമ്മൾ ആര് പറയുന്നത് നമ്മൾ കേൾക്കാതിരിക്കും, അത്രേ ഉള്ളൂ. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ഇന്ന് നിങ്ങൾ ഒരു വീഡിയോ ഇട്ടു, ചിലപ്പോൾ അതിന് 2 വ്യൂസേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പോരുത്. എനിക്ക് പറ്റിയ കുറെ അബദ്ധങ്ങൾ അതാ. ആ വീഡിയോ അവിടെ കിടക്കട്ടെ. അത് അവിടെ കിടന്നെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ പക്ഷെ വീഡിയോ ഇടുമ്പം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതേ ഉള്ളൂ ഇതിനകത്തുള്ള അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതിന്റെ വേറൊരു ഓരോ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഒത്തിരി ലെങ്ത് ആയി പോകുന്നുണ്ട്. എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മൾ ഈ ക്രൈറ്റീരിയകൾ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല ഗൈസ്. അങ്ങനെ പേടിക്കാനെങ്കിൽ എന്നാ ഞാൻ യൂട്യൂബൊക്കെ ഇട്ടറിഞ്ഞിട്ട് ഞാൻ പോയേനെ. നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാൻ. അപ്പൊ നിങ്ങൾ ഈ അപ്ഡേറ്റ് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. പകരം നമ്മുടെ കണ്ടന്റ് കുറച്ചുകൂടെ ബെറ്റർ ആക്കി, അല്ലെങ്കിൽ കുറച്ചും കൂടെ ചിന്തിച്ച് എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച്, അല്ലെങ്കിൽ വേറെ കണ്ടന്റ് ചെയ്യാനാണെങ്കിൽ അതിന്റെയൊക്കെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയോട് കൂടി നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെ വേറെ എന്താ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോ ഒന്നും എടുത്തിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ സ്വന്തം സ്റ്റൈലിൽ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക. ഷോർട്സ് ആകാം, ലോങ് വീഡിയോ ആകാം, എന്തായാലും നിങ്ങൾക്ക് പറ്റുന്നത്. അപ്പൊ പതുക്കെ നമ്മുടെ ഓഡിയൻസിന്റെ ഗ്രോത്ത് ഇങ്ങനെ കൂടി ബിൽഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്കൊരു വീഡിയോ പണിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ പോലെയല്ലേ നമുക്ക് ചെറുതായിട്ട് കെട്ടി പണിത് നല്ലൊരു വീടാക്കാൻ പറ്റും. നിങ്ങളാരും പേടിക്കേണ്ട ഗൈസ്. നിങ്ങൾക്ക് ഒരു ദിവസം മോണിറ്റൈസേഷൻ കിട്ടിയിരിക്കും. ഞാനാ പറയുന്നത്. എനിക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടാതിരിക്കത്തില്ല ഗൈസ്. അത് നിങ്ങൾ നോക്കിയാൽ മതി. പക്ഷെ അതിനു മുന്നേ നിങ്ങൾ നല്ലൊരു ക്രിയേറ്റർ ആകണം. അത് നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ച് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും. നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, അപ്പോ എന്താ ഇനി പറയുന്നേ? നീ ഒന്നും പണയണ്ട. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു ഗൈസ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും. എനിക്കറിയാവുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരണ്ടേ? ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുപോലുള്ള ചെറിയ അപ്ഡേറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തന്നിരിക്കും. ഇതിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോ ഇത്രേ ഉള്ളൂ ഗൈസ് എന്റെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടന്റ് വല്ലതും കൊണ്ടുവന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിരിക്കും. ഇത് കുറച്ച് ലെങ്ത് കൂടുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല കണ്ടന്റ് ആയിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം, നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് ആയിരിക്കണം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കണം. അപ്പൊ എല്ലാം കൂടെ കൂട്ടി കുഴച്ച് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക ഗൈസ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോ ഞാൻ പോകുന്നു. ബൈ. ബൈ.